ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തുകൂടെ സഞ്ചരിച്ചാൽ പല ആളുകളും ആത്മഹത്യ ചെയ്ത് വിഷം കഴിച്ച് അതുപോലെ തൂങ്ങി മരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കാണുന്ന പുഴയിലൊക്കെ ചാടി അങ്ങനെ പല ആളുകളും ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അവിടുന്ന് ആത്മഹത്യ ചെയ്ത ഒരാളെ മയ്യത്ത് നിസ്കരിക്കണോ മയ്യത്ത് കുളിപ്പിക്കണോ എന്നൊക്കെ. മൊത്തത്തിൽ പല ആളുകൾക്കും അതൊരു സംശയമാണ്. അവൻ മുസ്ലിമാണ് എന്നുള്ളതിന്റെ പേരിൽ അവനെ മയ്യത്ത് കുളിപ്പിക്കുകയും മയ്യത്ത് പൊതിയുകയും കൊണ്ടുവന്നിട്ട് കബറടക്കുകയൊക്കെ വേണം. പക്ഷെ പറഞ്ഞു വരുന്ന അതല്ല. ദുനിയാവിൽ ചില നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുന്നത്. ചില ആളുകളുടെ മനസ്സിൽ ഒരു വിചാരമുണ്ട്, ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരമാകും എന്ന് ചില ആളുകൾക്ക് ഒരു തോന്നലാണ്. കോടിക്കണക്കാന രൂപകൾ അവിടെ നിന്ന് കടമുള്ളവർ ചിലർ വിചാരിക്കും, ഞാനങ്ങ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്നെ ആരും വന്ന് പിടിച്ചുർത്തൂല. നിങ്ങളുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട്, എന്നും അവർക്കൊരു പേര് ദോഷം. നിന്റെ വാപ്പ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ നിന്റെ വാപ്പ മരിച്ചുപോയത്, നിങ്ങൾ തന്നേ പറ്റൂ. മക്കൾക്ക് സമാധാനം കിട്ടും, മറ്റുള്ളവർക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ആത്മഹത്യ എന്നുള്ളത് ഒന്നിനും ഒരു പരിഹാരമല്ല. അള്ളാഹുവാണ് നിങ്ങൾക്ക് കടം തന്നതെങ്കിൽ ആ റബ്ബിന്റെ ഖജനാവ് വിശാലമാണ്. ആ വിശാലമായ ഖജനാവിലേക്ക് നിങ്ങൾ രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, കടങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ നിസ്കരിക്കാതെ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യാതെ നമ്മൾ ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരും. പക്ഷെ റബ്ബ് കാരുണ്യവാനാണ്. ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു ഇവിടെ ഗുണം ചെയ്യും. എന്നാൽ നമ്മൾ ഇബാദത്ത് ചെയ്ത് നമ്മൾ നിസ്കരിച്ചുകൊണ്ട് റബ്ബിലേക്ക് നമ്മളൊന്ന് ചോദിച്ചാൽ ഏത് വലിയ പ്രയാസങ്ങൾക്കും ഏത് വലിയ പ്രതിസന്ധികൾക്കും അള്ളാഹു നമുക്കൊരു കാവൽ തരും. അത് വേണ്ടാന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് റബ്ബിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അല്ലാഹു തആല നമ്മളെ തട്ടിക്കളയൂല. നമ്മുടെ കണ്ണീർ അല്ലാഹു തആല കാണാതിരിക്കൂല. ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാര്. അഖില്ല മിനൽ ദുനൂബ്. നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു നമുക്ക് ഉത്തരം തരണമല്ലോ. അതിനെന്ത് വേണമെന്നറിയുമോ? നമ്മളെല്ലാവരും പാപം ചെയ്യാതെ ജീവിക്കലാണ്. നമ്മുടെ കടങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ അവലാദികളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ നീട്ടുമ്പോ അള്ളാഹു നമുക്ക് തരണോ? അഖില്ല മിനൽ ദുനൂബ്. പാപത്തിൽ നിന്ന് നമ്മളെല്ലാവരും ഒഴിഞ്ഞിരുന്നാൽ അള്ളാന്റെ റസൂല് പറയുന്നു, അവനിക്ക് റബ്ബ് തആല നല്ല മരണം കൊടുക്കുമെന്നാണ്. നമ്മളെ കൊണ്ട് കഴിയില്ല. പാവങ്ങളില്ലാതെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല. നമ്മളിങ്ങനെ കടന്നു പോവാൻ ദുനിയാവിന്റെ പുറത്ത് പാപങ്ങൾ സംഭവിക്കുന്നുണ്ട്, തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ റബ്ബിലേക്കൊന്ന് തൗബ പോലും ചെയ്യാതെ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആത്മഹത്യ ചെയ്യുന്ന അവസാനം അവിടെ നിന്ന് പാപങ്ങൾ കുറഞ്ഞാൽ അള്ളാഹു നമുക്ക് കടങ്ങൾ കുറച്ചു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപങ്ങൾ കുറഞ്ഞാൽ അള്ളാഹു കടങ്ങൾ കുറച്ചു തരും. അതൊരു വലിയൊരു പോയിന്റാണ്. പക്ഷെ നമ്മുടെ മനസ്സ് അനുവദിക്കൂല. ഇല്ലെങ്കിൽ അവ അള്ളാഹുലേക്ക് എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവനാണെങ്കിൽ, അള്ളാഹുവേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം. എന്നാൽ അവിടെ ലഭിക്കുന്ന അത്ഭുതം ഏതെന്നറിയോ? എന്നാൽ അള്ളാഹു അവനെ മറ്റുള്ളവരെ കൊണ്ട് അള്ളാഹു സഹായിപ്പിക്കും. അവന്റെ വിഷമങ്ങൾ അള്ളാഹു മറ്റൊരാളെ കൊണ്ട് സഹായിപ്പിക്കുമ്പോ ആ സഹായം ചെയ്യാൻ കഴിയുന്നവനെ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകണം. ഇപ്പൊ നസീർക്കയെ കൊണ്ട് എന്നെ സഹായിപ്പിക്കണമെങ്കിൽ ഇന്നലെ ഇവിടെ നിന്ന് അറ്റം വരെ വാഹനം ഓടിച്ചു വന്നിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സഹായിക്കൊരു മനസ്സ് വരണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടണം. ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സവിടെ വരൂല്ല, അവിടെ എത്തിക്കൂല. അതുകൊണ്ടാണ് അല്ലാഹു വഅഖില്ല മിനൽ ദുനൂബ്
ദുനൂബ്, പാപങ്ങൾ നമ്മൾ കുറച്ചേ ചെയ്യുക. പിന്നീട് എന്താണ് പറഞ്ഞെന്നറിയോ? വഅഖില്ല മിനദ്ദുയൂൻ, ആത്മഹത്യയിലേക്ക് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ, ഒരു കയറിന്റെ തുമ്പിൽ നമ്മുടെ ആയുസ് ഒടുങ്ങാതിരിക്കാൻ, ഏതെങ്കിലും ഒരു പുഴയിൽ ചാടി അവിടെ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ മുമ്പിൽ നമ്മൾ കൊണ്ട് തലവെക്കാതിരിക്കാൻ. വഅഖില്ല മിനദ്ദുയൂൻ തഇശു ഹുറാ വഅഖില്ല മിനദ്ദുയൂൻ, നിന്റെ കടങ്ങളിൽ നിന്നു നീ കുറവാകണം. എന്നാ നിനക്കവിടെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരില്ല. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ, ഉള്ളത് കൊണ്ട് തൃപ്തിപരമായി ജീവിക്കണം. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ ഒരുപാട് കടങ്ങളൊന്നും വരുത്തി വെക്കാതെ, ഇന്ന് ഏറ്റവും കൂടുതൽ എന്റെ ആയാലും നമ്മുടെ ആരുടെ ആയാലും മനസ്സിന്റെ സമാധാനം പോകുന്നപ്പോഴാണ്, കടം വരുമ്പോഴാണ്. ഏതൊരു മനുഷ്യന്റെ സമാധാനം പോകുന്നപ്പോഴാണ്? ഒരുപാട് കടങ്ങൾ കൂടുമ്പോഴാണ്. ആ കടങ്ങൾ വരുമ്പോഴാണ് അല്ലാഹ് ബാങ്കിൽ ഒരുപാട് ലോൺ എടുത്തു, അത് അടയ്ക്കാൻ നിവർത്തിയില്ല, ജോലിയില്ല, ഇനി എന്ത് ചെയ്യും പടച്ചോനെ? അങ്ങനെ ഇരുന്നിരുന്ന് ആലോചിച്ച് അവസാനം അവിടുന്ന് മനസ്സിന്റെ സമനില തെറ്റുന്നവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ കടമുണ്ടല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്നാൽ മനസ്സിന്റെ സമനില പോലും പൊറ്റിപ്പോകും. അല്ലാഹ് ഒരുപാട് കടണ്ട്, എങ്ങനെ വീടാ, ആര് സഹായിക്ക? വരുന്നിടത്ത് വെച്ച് കാണാൻ അങ്ങോട്ട് ചിന്തിക്കുക. ഇല്ലെങ്കിൽ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പലരുടെയും അനുഭവങ്ങളാണ്. ചിന്തിച്ച് അവസാനം ഒരുപാട് വേദനയിൽ നിന്നെ ഓർത്തു നിന്റെ മക്കൾ കരയും. അവർക്ക് സമാധാനമായി ആ വീട്ടിൽ പിന്നെ കിടക്കാൻ കഴിയില്ല. ഉമ്മ കയറി തൂങ്ങിയ വീടാണല്ലോ. ഇവിടെ മക്കൾക്ക് സമാധാനം കിട്ടിക്കോട്ടെ, ഭർത്താവിന് സമാധാനം കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മൾ ആത്മഹത്യ ചെയ്യുക. അപ്പോഴും പൊന്നുമക്കൾ വന്നിട്ട് വീടിന്റെ മേപ്പോട്ട് നോക്കും, അല്ലാ ഇല്ല, കമ്പിയിലല്ലേ ഉമ്മ തൂങ്ങിയത്. മക്കൾ ചിന്തിക്കും പിന്നെ ആ വീട് വിൽക്കണമെന്നായി, പിന്നെ അവിടെ താമസിക്കാൻ പറ്റൂല എന്നായി. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നമ്മുടെ ഭാര്യക്കും മക്കൾക്കും സമാധാനമായെന്ന് ഒരിക്കലുമില്ല. അവരെന്നും ആ സങ്കടത്തിലാണ്. നിങ്ങളുള്ള സമയത്ത് അവർ വെള്ളമെങ്കിലും കുടിച്ചു കിടന്നിരുന്നു. നിങ്ങളുള്ള സമയത്ത് രാവിലെ പോയി. ആളുകൾ പലതും പറയും, പലതും കേൾക്കും. അനുഭവങ്ങളാണ്. നമ്മൾ എത്ര ടെൻഷൻ അടിക്കുന്നോ, അല്ലാഹുവേ നമ്മുടെ മനസ്സ് ഇങ്ങനെ തോന്നും, എന്തിനു ജീവിക്കണം? ഒരു കയറെടുത്തിട്ട് ആത്മഹത്യ ചെയ്താലോ, വണ്ടി ഓടിച്ച് സ്പീഡിന് പോയി എവിടെയെങ്കിലും കൊണ്ടുവന്നും നിടിച്ചാലോ എന്ന് തോന്നിച്ചുകൊണ്ട് മനുഷ്യന്മാര് കടന്നു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ കടത്തെ കുറച്ചാക്കുക. വഅഖില്ല മിനദ്ദുയൂൻ, നിങ്ങൾ കടം കുറവാക്കിയിട്ട് സ്വതന്ത്രനായി നിങ്ങൾ അങ്ങ് ജീവിച്ചേക്ക്. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ടേക്ക്. മകള് പറഞ്ഞു അപ്പുറത്തുള്ളവനിക്ക് 2 ലാപ്ടോപ്പ് ഉണ്ട്, അതുകൊണ്ട് വാപ്പാ നിങ്ങൾ എനിക്ക് 3 ലാപ്ടോപ്പ് ഓടിച്ചേരണം. അപ്പൊ വാപ്പാക്ക് അഹങ്കാരം, ആഹാ അങ്ങനായ എന്റെ മകൾക്കുള്ളേക്കാൾ നല്ല വിലവെടുപ്പുള്ള ലാപ്ടോപ്പ് അവനിക്ക എന്നാ ഇവിടെ തന്നെ. എന്നാ പെട്ടെന്ന് ഭാര്യന്റെ 2 മാല 5 പവന്റെ മാല ഊരി പെട്ടെന്ന് നമുക്ക് അങ്ങനെ വിട്ടാൽ പറ്റൂല. മോളെ അവർ കളിയാക്കണം, അത് പറ്റും നമുക്ക് തയ്ക്കൂല. ഭാര്യയുടെ മാല ഊരി ലോണ് വെച്ചു. അവസാനം അടയ്ക്കാൻ പൈസയില്ല. അവസാനം അറിഞ്ഞ് ലോണ് അവിടെ നിന്ന് മാല ലേലത്തിൽ പോകാൻ പോവാൻ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീണ്ടും ഒരാളെ ഇന്ന് പലിശക്ക് അവിടെ നിന്ന് കടമെടുത്തു. ലോണ് കയറിപ്പോയപ്പോ അടുത്ത ആളെ ഇന്ന് പലിശക്ക് കടമെടുത്തിട്ട് ഭാര്യന്റെ മാല എടുത്തു. ഭാര്യയുടെ മാലെടുത്ത് കൊടുത്തു. അപ്പൊ കാണാൻ വീണ്ടും പലിശക്കാരന് പൈസ കൊടുക്കാതെ പലിശ കയറി ഇങ്ങനെ മുന്നോട്ട് പോയി. 6 ലക്ഷമുള്ളത് 12,000, 20,000, 26,000. അവസാനം പലിശക്കാരൻ വീടിന്റെ മുമ്പിൽ വന്ന് എന്നും രാവിലെ മുഖം കാണിക്കാൻ നിൽക്കുമ്പോൾ ചില ആളുകൾ എന്ത് പറയാണ്ട് ഒന്നാം തീയതി അതുപോലെ എന്ന് മുണ്ടൊക്കെ കൊടുത്ത പലിശക്കാരൻ വീട്ടിന് മുമ്പിൽ അബൂബക്കറില്ലേ, നസീറില്ലേ, ജമീറില്ലേ എന്ന് പറഞ്ഞു വരും. അങ്ങനെ മുമ്പിൽ വന്നുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ, അപ്പോഴാണ് മനസ്സിൽ ഒരു തോന്നല്, വേണ്ട റബ്ബേ, എന്റെ മക്കള് പോലും ഇങ്ങനെ എന്നെ കാരണം സങ്കടത്തിലാണ്. അതുകൊണ്ട് ഒരു കയറെടുത്തിട്ട് ആരും കാണാതെ അതിൽ തൂങ്ങിയങ്ങ് ചത്തുപോകുന്ന ഒരവസ്ഥ, മരിക്കുകയല്ല, ചത്തുപോകുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് അവിടെ നബി തങ്ങൾ പറഞ്ഞത്, വഅഖില്ല മിനദ്ദുയൂൻ, നിങ്ങൾ കടങ്ങൾ കുറച്ചു വെക്കുക, കടങ്ങൾ മേടിക്കാതിരിക്കുക. കടങ്ങൾ മേടിച്ചാൽ അതല്ല മറ്റൊരാൾ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം. കടം മേടിച്ചാലും അല്ലാഹുവേ, ഞാൻ അവിടെ നിന്ന് കടം മേടിച്ചിട്ടുണ്ട്, അത് വീടാനുള്ള വഴി എനിക്ക് തരണേന്ന് റബ്ബിനോട് പറയുമ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ട ചില ആളുകളുണ്ട്. അവരെ കൊണ്ട് അല്ലാഹു അവനെ സഹായിപ്പിക്കുമെന്ന് നബിയുനാ
റസൂലല്ലാഹ്, ഞാൻ വലിയ കടക്കാരനാന്ന് കരുതി ഷമീർ വലിയ കടക്കാരനാ, ഞാൻ റബ്ബിനോട് പറയാണ് വാതിലും അല്ലെങ്കിൽ എന്നെ നിസ്കാരത്തിന് ശേഷമൊക്കെ റബ്ബെ എന്റെ കടങ്ങൾ മാറ്റണം. അപ്പൊ നസീർക്ക വലിയ എപ്പോഴും എന്റെ അടുപ്പുള്ള ആളാ. ഒന്നുമില്ല ഉസ്താദെ, എന്തായി കടങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ആ കുഴപ്പമില്ല, ഞാൻ ഒരു 5 ലക്ഷം ഞാൻ തരാം. ഇപ്പൊ വേണ്ട, പോകുമ്പോഴും മതി, 5 ലക്ഷം ഞാൻ തരാം എന്ന് പറഞ്ഞാൽ അത് റബ്ബ് അവരെ കൊണ്ട് തോന്നിപ്പിക്കാൻ. ആ ഒരു തോന്നൽ അവരെ കൊണ്ട് തോന്നിപ്പിക്കണോ? കടവും പേടിച്ചു, ഇബാദത്തുമില്ല, നിസ്കാരമില്ല, നോമ്പുമില്ല എന്ന് പറഞ്ഞിട്ട് നടന്നാൽ അള്ളാഹു നമ്മളെ സഹായിക്കൂല. അതുകൊണ്ട് ജീവിതം നമ്മൾ മെച്ചപ്പെടണേ, സന്തോഷത്തിന്റെ വഴിയിലൂടെ കൊടുത്തു വിടണം. അത് മാത്രമല്ല, മൻ അഖദ അംവാല യുരീദു അദാഅഹാ, ഒരാളുടെ കയ്യിൽ നിന്ന് കടം പേടിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, മൻ അഖദ അംവാല, ഒരാളവിടെ നിന്ന് സമ്പത്ത് കടം പേടിക്കാൻ, യുരീദു അദാഅഹാ, അത് കൊടുത്തു വീടാൻ അവനവിടെ നിന്ന് ആഗ്രഹിക്കുകയും ചെയ്ത, അദ്ദല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കടം കൊടുക്കാനുള്ള വഴി അല്ലാഹു അവനിക്ക് തുറന്നു കൊടുക്കും. ഇതൊരു വലിയൊരു പാടാണ്. ഒരാളെ കയ്യിൽ നിന്ന് കടം പേടിക്കുക. ഇപ്പൊ നസീർ സാഹിബിന്റെ നസീർക്ക എന്ന്, ഞാൻ നസീർ സാഹിബ് എന്നൊക്കെ നിങ്ങൾ കാര്യമാക്കണം, ഞാൻ ചിലപ്പോൾ എന്താ വിളിക്കുന്നുണ്ടെങ്കിൽ. അപ്പോ നസീർ കാടയിൽ നിന്ന് ഞാൻ ഒരു 50 ലക്ഷം രൂപ കടം പേടിച്ചു. കടം പേടിക്കുമ്പോൾ ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാനാണ്. ആ കടം പേടിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ട്, ഏതായാലും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അങ്ങ് കൊടുക്കണം, പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിൽ നല്ല നിയ്യത്ത് വെച്ചിട്ടാണ് മേടിച്ചതെങ്കിൽ അതാ അല്ലാഹു അവൻ ആ കടങ്ങൾ വീടാനുള്ള വഴി അല്ലാഹു തുറന്നു കൊടുക്കും. അതാണ് നല്ല മനസ്സോടുകൂടി ഒരാൾ പേടിക്കാൻ. എടേ എനിക്ക് തീരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, ഇൻഷാ അല്ലാഹ് ഞാൻ ഉടൻ തന്നെ തിരിച്ചു തരാം, നല്ല മനസ്സോടുകൂടി ചോദിച്ചു. എന്നാൽ നമ്മൾ കൊടുക്കാം, അത് വേടിക്കാം. അല്ലാഹുലേക്ക് അടുക്കുകയും ചെയ്താൽ അല്ലാഹു അത് വീടാനുള്ള വഴി തരും. എന്നാലോ മൻ അഖദ യുരീദു ഇത്ലാഫാ അത്ലഫഹുല്ലാഹ്, ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് കാശ് മേടിക്കുകയാണ്. ആ കാശ് മേടിക്കുന്ന സമയത്ത് അവനെ എങ്ങനെങ്കിലും ഒന്ന് മുടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മേടിക്കുന്നതെങ്കിൽ അത്ലഫഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പാടെ നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ കയ്യിൽ നിന്ന് കടം മേടിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഇങ്ങനെ പൂത്ത കാശ്, അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ കടം മേടിച്ച് അവൻ എത്തീംഖാനയിലാക്കണം. ചില ആളുകളുണ്ട് വിദേശത്ത് പോയിട്ട് അറബിയെ എത്തീംഖാനയ്ക്ക് അതിന്റെ മേളിലല്ലെങ്കിൽ അവിടെ ആക്കിയിട്ടിരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇല്ല, ചില നാടുകളിൽ അങ്ങനെ ഉണ്ട്. അറബി അവസാനം മറ്റുള്ള ഹബീബി അല്ല ഉണ്ട് ഇങ്ങോട്ട് പോട്ടെന്ന്. കാരണം എന്താ? ചില അറബികൾ ഒരു ചായയെങ്കിലും മേടിച്ചിരുന്നു, കാരണം ആളെ മുക്കി. എന്നാൽ ചില ആളുകൾ അങ്ങനെ മുക്കിയിട്ട് വരുന്നവരുണ്ട്, എന്നാൽ ഒരിക്കലും അവർ രക്ഷപ്പെടൂല. അറബിയെ മുക്കി നാട്ടി വന്നിട്ട് കോടികളുമായിട്ട് രക്ഷപ്പെടാന്ന് വെച്ചാൽ അവനെ അള്ളാഹു നശിപ്പിക്കുന്നാൻ. ആരായത്? റസൂലുള്ളാഹി പറഞ്ഞതാ, വമൻ അഖദ യുരീദു ഇത്ലാഫാ, ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേടിക്കുന്നതെങ്കിലോ അത്ലഫഹുല്ലാഹ്, അള്ളാഹു അവനെ പാടെ നശിപ്പിച്ചു കളയുമെന്നാണ്. അതുകൊണ്ട് ഒരാളെയും നമ്മൾ അവിടെ ആക്ഷേപിക്കരുത്. ഒരാളുടെ കയ്യിൽ നിന്ന് അവനെ നശിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കടം വേടിക്കരുത്. അങ്ങനെ വേടിച്ചാൽ അത്ലഫഹുല്ലാഹ്, അല്ലാഹു അവനെ നശിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നല്ല മനസ്സോടുകൂടി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ വിചാരിച്ചെന്താ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്നാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് തെറ്റിപ്പോയി. അള്ളാന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, വമൻ ഖതല നഫ്സഹു ബിഹദീദാ വഹദീദതുഹു ഫീ യദിഹി വഹുവ അല്ലാഹുവേ വഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദാ. അള്ളാന്റെ റസൂൽ പറയാണ്, ഒരു മനുഷ്യന്റെ കയ്യിലുള്ള മൂർച്ചയുള്ള കടാര കൊണ്ട് അവന്റെ വയറ്റിലേക്ക് അങ്ങ് കുത്തിയിറക്കിയിട്ട് അവനങ്ങ് ആത്മഹത്യ ചെയ്താൽ അവൻ അല്ലാഹുവേ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ അള്ളാന്റെ നരകത്തെ അതേ കത്തി കൊണ്ട് അവന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കുന്നവനായി ആ നരകത്തിന്റെ ഉള്ളിൽ വേദനപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ്. അത് മാത്രമല്ല ഖാലിദൻ മുഖല്ലദാ, കാലാകാലം അങ്ങനെ കഴിയേണ്ടി വരും.
ഒരാൾ ആത്മഹത്യ ചെയ്തു, ജീവിക്കാൻ നിവർത്തിയില്ല, ഇരുന്ന കത്തി കൊണ്ടോ ഒറ്റ കേട്ടാണ് പള്ളക്കി കേറ്റി. അവസാനം എന്തായി? അവന്റെ വിചാരം എല്ലാം റാഹത്തായെന്ന്. നാളെ എന്നാൽ അള്ളാന്റെ നരകത്തിൽ ഖാലിദം മുഖല്ലദാ, അതുപോലെ മൂർച്ചയുള്ള കടാര അവന്റെ പള്ളയിലേക്ക് കുത്തിയിറക്കുക തന്നെ ചെയ്യുകയാണ്. വമൻ ശരിബ സുമ്മാ വഹുവ യതഹത്താ ഫീ നാരി ജഹന്നമ ഖാലിദം മുഖല്ലദാ. ഒരാളവിടെ നിന്ന് റബ്ബേ വിഷം കഴിച്ചു മരിക്കുകയാണ്, വിഷം കഴിച്ച് ചാവുകയാണ്. ഇനി ഒരു നിവർത്തിയില്ല, എലി വിഷം തന്നെ ആയിക്കോട്ടെ, ബിസ്മില്ല. അല്ല, ചില ആളുകൾ വിഷം കഴിക്കുമ്പോഴും ബിസ്മില്ല. പിന്നെ ചില ആളുകൾ എന്താണ്, ഇങ്ങനെ കയറൊക്കെ എടുത്തിട്ട് ബിസ്മില്ലാ ആടക്കണം ഒറ്റ ചാട്ടം. ചില ആൾക്കാർ വിശ്വാസം വെറുതെ ചാടി വെക്കാൻ ബിസ്മില്ല രക്ഷപ്പെടുത്തും. അള്ളാൻ ബിസ്മി കൊണ്ട് ഏതൊരു കാര്യം ആരംഭിക്കുന്നോ അത് അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു തരും. ഇനി അതെങ്ങാണ് ചെല്ലിട്ട് ഇനിയിപ്പോ കയറിപ്പോ ഇടേണ്ട താമസിച്ചുള്ള സംഭവം കഴിയും. അത് പന്നക്കാര്യല്ല, നല്ല നന്മയുള്ള കാര്യങ്ങളാണ് അല്ലേ? അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് മലമുകളിൽ നിന്ന് ചാടിയവനാണോ അല്ലാഹുവേ, എന്നാൽ അവൻ അതേപോലെ ചാടിക്കൊണ്ടേയിരിക്കും മലമുകളിൽ. അവന്റെ ശരീരങ്ങൾ ഛന്നഭിന്നമാകും. ഇനി അവിടെ നിന്ന് വലിയ വലിയ പുഴയോരങ്ങളുടെ വലിയ പാലത്തിന്റെ പുറത്തു ചെന്നിട്ട് ആ പാലത്തിൽ നിന്ന് എടുത്തങ്ങ് താഴേക്കു ചാടുന്നവരാണെങ്കിൽ അല്ലാഹുവേ ഖാലിദം മുഖല്ലദാ, അതുപോലെ ചാടിയിട്ട് വെള്ളം കുടിച്ചവനായി കൊണ്ടിരിക്കും. ഇനി തീ കൊളുത്തിയാണ് അവിടെ പോയതെങ്കിലോ അല്ലാഹ് ഖാലിദം മുഖല്ലദാ, നരകത്തില് അവിടെ കിടന്നിട്ട് കാലാകാലം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് കടമാണെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്താൽ ഒന്നിനും അതൊരു പരിഹാരമാകില്ല. അതുകൊണ്ട് നന്മയായ മനസ്സിലൂടെ കടന്നുപോയി ജീവിതം മെച്ചപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരും ഈ വിഷയം ഇന്ന് കേട്ടവർ മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇന്നിപ്പോ ഷെയർ ചെയ്ത് കൊടുത്ത് ഒരാളെങ്കിലും ഇത് കേട്ടിട്ട് അങ്ങനെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ പിന്മാറിയാൽ അതൊരു വല്ലാത്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ പെറ്റുപെരുകയിട്ട് അവസാനം ഒരു കയറിന്റെ തുമ്പില് നമ്മളെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ തരല്ല അല്ലാ. വാഹനങ്ങളുടെ മുമ്പിൽ ചാടുന്ന ഒരവസ്ഥ തരല്ല അല്ലാ. തീ കൊളുത്തി മരിക്കുന്ന ഒരവസ്ഥ തരല്ല അല്ലാ. അല്ലാഹുവേ, വിഷം കഴിക്കുന്ന ഒരവസ്ഥ തരല്ലേ അല്ലാ. എപ്പം മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി ആഖിബത്ത് നന്നായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. റബ്ബേ, അല്ലാഹുവേ, ആവലാദിയും വേവലാദിയും തന്നുകൊണ്ട് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ലാ, കടക്കാരാക്കി മാറ്റല്ലേ അല്ലാ. അല്ലാഹുവേ, പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസത്തിന്റെ നടുവിലാണ്. എന്ത് രോഗമാണെങ്കിലും നീ ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുടെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടത്തിന്റെ ഗണയിൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന പലരുമുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ ഒരാൾക്കും നീ വെക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ക്യാൻസർ പോലെ, അപസ്മാരം പോലെ, അറ്റാക്ക് പോലെ മാരകമായ രോഗങ്ങൾ വന്ന് സങ്കടത്തിൽ കഴിയുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ, ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. അങ്ങനത്തെ ഒരവസ്ഥ നമ്മളിലുള്ള ഒരാൾക്കും നീ വെക്കല്ലേ റബ്ബേ. ഒരാൾക്കും നീ തരല്ല തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളുടെ മക്കളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളുടെ സഹോദരങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവർ റബ്ബേ, ഒരാൾക്കും അങ്ങനത്തെ ഒരു രോഗം തന്നിട്ട് നീ കണ്ണീരിലാക്കല്ല അല്ലാ.
ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവരുടെ സങ്കടങ്ങള്, അവരുടെ വേദനകൾ, അവരുടെ ദുഃഖങ്ങള് എല്ലാം നീ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിൽ പറയുന്ന ഓരോ ഇൽമും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഖൈർ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം.